IC ബാലകൃഷ്ണനെയും ഒപ്പം തന്നെ ND അപ്പച്ചനെയും ഒക്കെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ടി സിദ്ദിഖ് MLA. IC ബാലകൃഷ്ണൻ ധാർമ്മികതയുള്ള നേതാവെന്നും IC ബാലകൃഷ്ണനെ തൽക്കാലം മാറ്റി നിർത്തില്ല എന്നുമാണ് ടി സിദ്ദിഖ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പാർട്ടി തലത്തിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ പരിശോധിക്കുക. അതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ ഒരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ കാത്തു നിൽക്കുക. അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. അദ്ദേഹത്തെ മാറ്റുന്നതായിട്ടുള്ള കാര്യം പാർട്ടി തലത്തിൽ ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തലത്തിൽ ആലോചിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു വിവരമില്ല. ഞാനുമായിട്ട് സംസാരിച്ചിട്ടില്ല. അതെനിക്ക് പറയാൻ പറ്റും. മേഘ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. മേഘ, ഈ IC ബാലകൃഷ്ണനെയും ഒപ്പം തന്നെ ND അപ്പച്ചനെയും പൂർണ്ണമായും പിന്താങ്ങിക്കൊണ്ടുള്ളൊരു നിലപാടാണോ ഇത്രയധികം തെളിവുകളും വിവരങ്ങളും പുറത്തു വന്നിട്ടും കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്? അതാണോ നമുക്കിന്ന് ടി സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞത്? മനു, പൂർണ്ണമായും NM വിജയന്റെ കുടുംബത്തിനൊപ്പമാണ് താൻ എന്ന് പറയുമ്പോഴും ടി സിദ്ദിഖ് MLA നടത്തിയത് പൂർണ്ണമായും ആരോപണ വിധേയരായ പ്രതി ചേർത്ത നേതാക്കളെ അനുകൂലിക്കുന്ന നിലപാട് തന്നെയായിരുന്നു. ആദ്യം പറഞ്ഞത് ഒരു നേതാവും ഒളിവിൽ പോയിട്ടില്ല എന്നതാണ്. IC ബാലകൃഷ്ണൻ ആണെങ്കിലും തിരുവനന്തപുരത്തുണ്ട്, മറ്റൊരു നേതാക്കളും ഒളിവിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞ സിദ്ദിഖ് ഒളിവിൽ നിൽക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് കൂടി എടുത്തു പറയുന്നു. അതിനൊപ്പം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നത് പാർട്ടി തലത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. അന്വേഷണ കമ്മീഷൻ എന്താണോ കണ്ടെത്തുന്നത് അതിനനുസരിച്ചുള്ള നടപടികളായിരിക്കും മുൻപോട്ട് ഉണ്ടാവുക എന്ന് കൂടി സിദ്ദിഖ് പറയുന്നു. കമ്മീഷന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടുന്ന കമ്മീഷനെയാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. ആ കമ്മീഷൻ എന്ത് കണ്ടെത്തുന്നോ അതിനനുസരിച്ച് മാത്രമേ മുൻപോട്ട് തീരുമാനം ഉണ്ടാവുകയുള്ളൂ. IC ബാലകൃഷ്ണനെ നിലവിൽ മാറ്റേണ്ട സാഹചര്യം ഇല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കമ്മീഷൻ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകും എന്ന് പറയുന്നു. അതിനൊപ്പം തന്നെ ഈ വിജയന്റെ കുടുംബത്തെ ചേർത്ത് നിർത്തും എന്ന് പറയുമ്പോഴും ഈ ആത്മഹത്യാ കുറിപ്പ് ആധികാരികമാണോ എന്നൊരു സംശയം കൂടി ടി സിദ്ദിഖ് ഉന്നയിക്കുന്നുണ്ട്. ഫോറൻസിക് പരിശോധന നടന്നാൽ മാത്രമേ ഈ ആത്മഹത്യാ കുറിപ്പ് NM വിജയന്റെ തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് കൂടി സിദ്ദിഖ് പറഞ്ഞു വെക്കുന്നു. ND അപ്പച്ചനെ മാറ്റി നിർത്തേണ്ട കാര്യം ഇല്ല, പണം ആരൊക്കെ വാങ്ങി എന്ന് അറിയാനാണ് നിലവിൽ കമ്മീഷൻ വെച്ചത്. ആ കമ്മീഷൻ എന്ത് കണ്ടെത്തൽ നടത്തുന്നോ അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും എന്ന് കൂടി സിദ്ദിഖ് പറഞ്ഞു വെക്കുന്നു. ഏതായാലും എന്ത് ചോദ്യങ്ങളും, അതായത് നേരത്തെ തന്നെ ഈ ആത്മഹത്യാ കുറിപ്പിൽ കാര്യമായി ഒന്നുമില്ല എന്ന് സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ ചോദ്യങ്ങളോട് പോലും കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താണോ ഉണ്ടാവുക അതിനനുസരിച്ചുള്ള തീരുമാനം മാത്രമേ പാർട്ടി തലത്തിൽ നടപ്പാക്കുകയുള്ളൂ എന്ന് സിദ്ദിഖ് പറഞ്ഞു വെക്കുന്നു. നാളെ പ്രധാനപ്പെട്ട ഈ നേതാക്കൾ ഒളിവിലാണോ എന്ന ചോദ്യത്തിന് IC ബാലകൃഷ്ണൻ തിരുവനന്തപുരത്താണ്, താൻ ഒളിവിൽ അല്ല എന്ന വീഡിയോ തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നാളെ പ്രധാനപ്പെട്ട യോഗം വയനാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് സിദ്ദിഖ് പറയുന്നു. എന്നാൽ ആ യോഗം എത്തിച്ചേരുമോ എന്ന ചോദ്യത്തോട് തന്നെ ക്ഷണിച്ചിട്ടുണ്ട്, IC ബാലകൃഷ്ണനെ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് തനിക്ക് അറിയില്ല എന്നതായിരുന്നു സിദ്ദിഖിന്റെ മറുപടി. മേഘ കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്.